നമസ്കാരമുണ്ട് പ്രിയ മിത്രങ്ങളെ. ഇന്നത്തെ കഥ ആരംഭിക്കാം. ഏവരെയും ഇന്നത്തെ കഥയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 2 പ്രാവശ്യം പഞ്ചായത്ത് ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയായി നിന്നു. ഈ 2 പ്രാവശ്യവും ജനങ്ങൾക്ക് എന്നെ വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ മുമ്പോട്ട് വെച്ച കാല് മുമ്പോട്ട് തന്നെ പോയി. തോറ്റിട്ടും ജനങ്ങളുടെ കൂടെ തന്നെ നിന്നു. അങ്ങനെ ഇപ്രാവശ്യം അവർ എന്നെ കൈവിട്ടില്ല. അവർ എന്നെ നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ജയിപ്പിച്ച് മെമ്പറാക്കി. എന്റെ പേര് പ്രഭ. ഭർത്താവ് 3 കുട്ടികളും അടങ്ങുന്നതാണ് എന്റെ കൊച്ചു കുടുംബം. ഹസ്ബൻഡ് മണിയൻ ഗൾഫിലായിരുന്നു. ഇപ്പോൾ നാട്ടിലുണ്ട്. കുറച്ച് കൃഷിഭൂമിയൊക്കെ ഉണ്ട്. അതിൽ കുറച്ച് കുരുമുളകും റബ്ബറും ഒക്കെയുണ്ട്. അതൊക്കെ നോക്കി അദ്ദേഹം അങ്ങനെ നിൽക്കുന്നു. രാവിലെ തന്നെ വീട്ടിൽ നിന്നിറങ്ങി പഞ്ചായത്തിലെത്തി. അവിടെ സെക്രട്ടറിയുടെ റൂമിൽ ഇരിക്കുമ്പോഴാണ് ഒരു ഫോൺ വന്നത്. ഫോൺ നോക്കിയപ്പോൾ പാറക്കൽ ജംഗ്ഷനിലുള്ള ഹരിദാസണ്ണനാണ്. ഹലോ പ്രഭേ, നീ വീട്ടിലുണ്ടോ? ഹരിയണ്ണൻ ചോദിച്ചു. ഇല്ലെന്നാ, ഞാൻ പഞ്ചായത്തിലാണ്. ഒരു കാര്യം ചെയ്യാമോ? നിനക്കൊരു കാര്യം ചെയ്യാമോടി? കേൾക്കുന്നുണ്ടോ? ആ പറയണ്ണ, പറ. ഇവിടെ വരെ ഒന്ന് വരാമോ? എന്റെ സൈറ്റിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ ഇപ്പോൾ എഞ്ചിനീയർ ഒക്കെ ഉണ്ട്. നീ ഫ്രീ ആണെങ്കിൽ ഇവിടം വരെ ഒന്ന് വാ. ആ ശരിയണ്ണ, ഞാൻ ഇതാ വരുന്നു. ഹരിയണ്ണൻ എനിക്ക് സൈറ്റ് പറഞ്ഞു തന്നു. ഞാൻ അങ്ങോട്ട് പോകാൻ എന്റെ വണ്ടിയിൽ കയറി. ഹരിയണ്ണൻ എന്റെ ചേട്ടത്തിയുടെ ഭർത്താവാണ്. കക്ഷി കോൺട്രാക്ടറാണ്. എന്റെ പഞ്ചായത്തിലെ എല്ലാ വർക്കുകളും അങ്ങേരാണ് ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ കുറച്ചു നാളായി ഹരിയണ്ണനുമായി എനിക്കൊരു ബന്ധമുണ്ട്. പുള്ളിയാണ് ഇപ്പോൾ എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുന്നത്. എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഇക്കാര്യത്തിലൊക്കെ സ്വല്പം പുറകോട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങേരെ ശരിക്കും മടുത്തു. പിന്നെ മെമ്പർ ആയതിനു ശേഷം എന്നോട് പലരും വളരെ അടുപ്പത്തോടൊക്കെ സംസാരിക്കാൻ വരും. എന്നെ കാണാൻ കൊള്ളാവുന്ന പെണ്ണായതുകൊണ്ടായിരിക്കും. പക്ഷേ അങ്ങനെ ഇങ്ങനെയൊന്നും എനിക്ക് എല്ലാവരോടും ഒന്നും താല്പര്യമില്ല. എന്നാൽ ചിലരെ കാണുമ്പോൾ എനിക്കൊരു ആവേശമാണ്. അവരുടെ കൂടെ എന്റെ കൊതികളൊക്കെ ഞാൻ തീർത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഹരിയണ്ണൻ വിളിച്ചെടുത്ത് എന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞ് സെറ്റാക്കി. പുതിയ റോഡ് പണിയാണ്. റോഡിന് ശകലം വളവുള്ള സ്ഥലത്ത് അടുത്ത് കിടക്കുന്ന വസ്തുവിന്റെ ഉടമസ്ഥൻ ഒരു ലിങ്ക്സ് വസ്തു പോലും വിട്ടുകൊടുക്കുന്നില്ല. പിന്നെ ഞാൻ ചെന്ന് സൈസാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞ് വസ്തുവിന്റെ ഉടമസ്ഥനെ കൊണ്ട് സമ്മതിപ്പിച്ചു. അപ്പോൾ ഹരിയണ്ണൻ എന്നോട് പറഞ്ഞു, എടി പ്രഭേ, ഇന്ന് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ ചിരിച്ചു. എടി, നിന്റെ ഈ ചിരി കാണുമ്പോൾ എനിക്ക് രക്തം തിളച്ചു കയറുന്നു. ഞാൻ വീണ്ടും ചിരിച്ചുകൊണ്ട് കൈകൾ കെട്ടി ഹരിയണ്ണനെ നോക്കി അങ്ങനെ നിന്നു. എടി, നീ ഇങ്ങനെ എന്നെയും നോക്കി നിൽക്കാതെ. ആ പണിക്കാരും എഞ്ചിനീയറും ഒക്കെ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവര് ശ്രദ്ധിക്കട്ടെ ഹരിയണ്ണ, ഞാനൊരു പഞ്ചായത്ത് മെമ്പർ അല്ലേ. ആ അതൊക്കെ ശരി തന്നെ. പക്ഷേ നിന്നെ വേറെ ആരും നോക്കുന്നത് എനിക്കിഷ്ടമല്ല. ഓഹോ, അത് കൊള്ളാമല്ലോ. ഞാൻ ചിരിച്ചു. പെട്ടെന്ന് അവിടേക്ക് എഞ്ചിനീയർ സാർ വന്നു. എന്നോട് എഞ്ചിനീയർ സാർ സംസാരിക്കുന്നത് ഹരിയണ്ണന് സഹിക്കുന്നില്ല. ഞാൻ ഹരിയണ്ണനെ ബേജാറാക്കാൻ വേണ്ടി അല്പം കൊഞ്ചിക്കൊഴഞ്ഞൊക്കെ സംസാരിച്ചു. ഹരിയണ്ണൻ എന്നെ ദേഷ്യത്തോടെ നോക്കി. ഞാൻ പോകാൻ നേരം ഹരിയണ്ണനോട് പറഞ്ഞു, ഹരിയണ്ണ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. എനിക്ക് എന്റെ ഹരിയണ്ണന്റെ മാത്രം മതി. അത് കേട്ട് പുള്ളിയും ചിരിച്ചു. ആ നീ വയ്ക്കൂ, ഞാൻ വൈകുന്നേരം വിളിക്കാം. ശരി, അതും പറഞ്ഞ് ഞാൻ അവിടെ നിന്നിങ്ങി പോന്നു. എന്റെ ചേട്ടത്തി, അതായത് ഹരിയണ്ണന്റെ ഭാര്യ, എന്റെ കല്യാണ സമയത്ത് പറഞ്ഞിരുന്നു, എടി പ്രഭേ, ഹരിയണ്ണൻ കാര്യങ്ങൾക്കൊക്കെ അടിപൊളിയാ. എന്റെ വിവാഹമൊക്കെ കഴിഞ്ഞ് കുട്ടികളായതിനു ശേഷവും ഞാൻ സന്തോഷവതിയായിരുന്നു. അപ്പോഴും ചേട്ടത്തി പ്രിയ പറഞ്ഞ കാര്യം എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാനും ചേട്ടത്തിയും വളരെ സോഷ്യലായിട്ട് സംസാരിക്കുമായിരുന്നു. ഒരിക്കൽ ഞാൻ ചേട്ടത്തിയോട് പറഞ്ഞു, ഡോ, എനിക്ക് മണിയണ്ണൻ വലിയ സന്തോഷമൊന്നും തരുന്നില്ല. അപ്പോൾ ചേട്ടത്തി എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എടി, ഹരിയണ്ണൻ അങ്ങനെയല്ല കേട്ടോ. ഓ, ചേച്ചി എത്ര ഭാഗ്യവതിയാണ്. ഞാൻ മനസ്സിൽ ഓർത്തു. പിന്നെ ഞാൻ മെമ്പറൊക്കെ ആയതിനു ശേഷം ഹരിയണ്ണൻ കോൺട്രാക്ടർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിയും പറച്ചിലും ഒക്കെ ഉണ്ട്. ഒരു ദിവസം എന്നെ കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു, നീ ഇന്ന് വളരെ സുന്ദരിയായിട്ടുണ്ടല്ലോടി പ്രഭേ. അത് കേട്ട് ഞാൻ ചിരിച്ചു. ഞാനൊരു പച്ച സാരി ആയിരുന്നു അന്ന് ഉടുത്തിരുന്നത്. എന്റെ നല്ല വെളുത്ത ശരീരമായതുകൊണ്ട് ആ സാരി എനിക്ക് നന്നായി ചേരും. ഞാൻ പഞ്ചായത്തിൽ നിൽക്കുമ്പോഴാണ് ഹരിയണ്ണൻ ഇത് പറഞ്ഞത്. എന്നിട്ട് വീണ്ടും പറഞ്ഞു, നിന്നെ ഇപ്പോൾ കണ്ടാൽ കല്യാണം കഴിഞ്ഞതാണെന്ന് പറയത്തേയില്ല. ആണോ? പിന്നെ എങ്ങനെ പറയും? ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. കെട്ടിക്കാൻ നിർത്തിയ ആളാണെന്നേ പറയൂ. അത് കേട്ട് ഞാൻ വീണ്ടും ചിരിച്ചു. ഈ ഹരിയണ്ണൻ ആള് കൊള്ളാമല്ലോ. ഇത് കണ്ടുകൊണ്ട് വേറൊരു മെമ്പർ ലതിക ചേച്ചി അങ്ങോട്ട് വന്നുകൊണ്ട് ചോദിച്ചു, എന്തുവാ അനിയത്തിയും ചേട്ടനും കൂടി ഇത്രയും പറഞ്ഞ് ചിരിക്കാൻ? ഞാനും കൂടി കേൾക്കട്ടെ. ഓ, ഞങ്ങളിങ്ങനെ ഓരോരോ തമാശകൾ പറഞ്ഞ് ചിരിച്ചതാ, ഹരിയണ്ണൻ പറഞ്ഞു.
അങ്ങനെ പിന്നീട് ഒരു ദിവസം ഞങ്ങളുടെ ഒരു ബന്ധുവിന്റെ കല്യാണമായിരുന്നു. ഞാനും എന്റെ ചേട്ടത്തിയും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞങ്ങനെ നിൽക്കുമ്പോൾ ഹരിയണ്ണൻ അങ്ങോട്ട് കടന്നു വന്നു. എന്തുവാ ചേട്ടത്തി അനിയത്തിയും കൂടി ഇന്ന് കഥ പറയുന്നത്? ഏയ്, ഒന്നുമില്ല. ഞങ്ങളിങ്ങനെ ചുമ്മാതെ ഓരോ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. ആ ചെറുക്കനും പെണ്ണും വലിയ ചേർച്ചയൊന്നുമില്ല, അതിനെപ്പറ്റി പറഞ്ഞ ഇത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചേർക്കണ്ട, ഇന്ന് രാത്രി കണ്ടോണം അവർ രണ്ടുപേരും തമ്മിൽ ചേർക്കുന്നത്. ഹരിയണ്ണൻ എന്നെ നോക്കി ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. ഞാനത് കേട്ട് പുഞ്ചിരിച്ചു. എന്തിനാ പിന്നെ കല്യാണം കഴിക്കുന്നത്? രണ്ടുപേരെയും ചേർക്കാനല്ലേ ഹരിയണ്ണ? ചേട്ടത്തി ചോദിച്ചു. കല്യാണം കഴിക്കാതെയും ചേർക്കാമടി. ഇല്ലോടി പ്രഭേ? ഹരിയണ്ണൻ എന്നെ നോക്കി എന്തോ അർത്ഥം വെച്ചാണത് പറഞ്ഞത്. എന്നിട്ട് എന്റെ അടുത്ത് പതുക്കെ പറഞ്ഞു, കട്ട് കഴിക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ്, ഇല്ലയോ? ഞാൻ ചേട്ടത്തി ഒന്ന് നോക്കി. ഇല്ല, ചേട്ടത്തി കേട്ടില്ല. ഹരിയണ്ണന്റെ ഉള്ളിലിരിപ്പ് കൊള്ളാമല്ലോ, ഞാൻ പതുക്കെ പറഞ്ഞു. അപ്പോൾ ഹരിയണ്ണൻ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് എന്റെ നേരെ നോക്കി കണ്ണടച്ച് കാണിച്ചിട്ട് എന്നോട് ചോദിച്ചു, പ്രഭയ്ക്ക് അങ്ങനെ കട്ട് തിന്നുന്നതിനോട് യോജിപ്പുണ്ടോ? അത് കേട്ട് ഞാൻ ചേട്ടത്തി ഒന്ന് ഒളിഞ്ഞു നോക്കി. ചേട്ടത്തി അടുത്ത് നിന്ന ഒരു സ്ത്രീയുമായി സംസാരിച്ച് നിൽക്കുവാണ്. അതിപ്പോ ഞാൻ ഇതുവരെ കട്ട് തിന്നിട്ടില്ല ഹരിയണ്ണ, ഞാൻ പറഞ്ഞു. എന്നാലേ പ്രഭയ്ക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാ. കട്ട് തിന്നുമ്പോൾ ടേസ്റ്റ് കൂടും. എന്നെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് ഹരിയണ്ണൻ പറഞ്ഞു. എന്നിട്ട് ഹരിയണ്ണൻ എന്നോട് ചേർന്ന് നിന്നു. എന്നിട്ട് എന്റെ ചെവിക്കരികിലേക്ക് പറഞ്ഞു, നമുക്കൊന്ന് കട്ട് തിന്നാലോ? ഞാൻ തലതിരിച്ച് ഹരിയണ്ണനെ ഒന്ന് നോക്കി ചിരിച്ചു. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഹരിയണ്ണന്റെ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോൾ മുതൽ അങ്ങേരെന്നെ തട്ടിയും മുട്ടിയും ഒക്കെ അങ്ങനെ നിന്നു. എനിക്ക് മനസ്സിലായി അങ്ങേർക്ക് എന്നോട് എന്തോ വലിയ താല്പര്യമുണ്ടെന്ന്. ഞാനും ഒട്ടും വിട്ടുകൊടുത്തില്ല. ഞാനും അതേ രീതിയിൽ തന്നെ പ്രതികരിച്ചു. ഹരിയണ്ണൻ എന്നോട് പറഞ്ഞു, എനിക്ക് മലയും കുന്നുമൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. അടുക്കളയിൽ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ചേട്ടത്തിയെ നോക്കി ഞാൻ ചോദിച്ചു, ഹരിയണ്ണൻ ആ മലയും കുന്നുമൊക്കെ കയറിയാൽ പോരെ? അപ്പോൾ ഹരിയണ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞ്, ഓ, ആ കൊടുമുടി ഞാൻ കീഴടക്കി. ഇനി പുതിയ കൊടുമുടി വേണം കീഴടക്കാൻ. ആഹാ, അണ്ണന് വല്ലാത്ത ഒരു ആഗ്രഹമാണല്ലോ അത്. ഞാൻ ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പോഴാണ് ചേട്ടത്തി അങ്ങോട്ടേക്ക് വന്നത്. എന്തുവാ, അനിയത്തിയും ചേട്ടനും കൂടി എന്നെക്കുറിച്ചാണോ ദുഷിക്കുന്നത്? ഓ, ഞങ്ങൾ കുറെ കുടുംബവിശേഷങ്ങൾ അയവിറക്കിക്കൊണ്ട് നിന്നേതേ, ഹരിയണ്ണൻ പറഞ്ഞു. അങ്ങനെ കിട്ടുന്ന അവസരങ്ങളൊക്കെ അങ്ങേര് നന്നായി മുതലെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എന്റെ കെട്ടിയോൻ നാട്ടിലൊരു സുഹൃത്തിന്റെ കല്യാണത്തിന് പോയതാണ്. ഞാൻ പിള്ളാരെ സ്കൂളിൽ വിട്ടിട്ട് പഞ്ചായത്തിലോട്ടും പോയി. ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് ഹരിയണ്ണൻ അങ്ങോട്ടേക്ക് വന്നത്. എന്താ പ്രഭേ, ഒരു വല്ലായ്മ മുഖത്ത്? പനിയാണോ? എന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഹരിയണ്ണൻ ചോദിച്ചു. ഏയ്, ഒന്നുമില്ല ഹരിയണ്ണ, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനൊന്ന് പഞ്ചായത്ത് സെക്രട്ടറിയെ കാണാൻ വന്നതാണ്. അങ്ങേര് ഉച്ചയ്ക്ക് ശേഷമേ വരൂ. അതുകൊണ്ട് തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോഴാണ് നീ ഇവിടെ ഇരിക്കുന്നത് കണ്ടത്. എനിക്ക് ഹരിയണ്ണനോട് ഒരു അട്രാക്ഷൻ തോന്നി. ഞാൻ ഹരിയണ്ണനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്റെ നോട്ടം കണ്ട് ഹരിയണ്ണൻ ചോദിച്ചു, എന്താ നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഞാനൊന്ന് പുഞ്ചിരിച്ചു. നീ ചുമ്മാതിരിക്കുവാണേൽ ബാ, എനിക്കൊരു സൈറ്റ് വരെ പോകണം. നമുക്ക് രണ്ടുപേർക്കും കൂടി പോകാം. എന്താ, വല്ല പ്രശ്നവുമാണോ ഹരിയണ്ണ? ഞാൻ ചോദിച്ചു. ആ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. കുറച്ചു നാളായി തുടങ്ങിയിട്ട്. നീ കൂടി വന്നാൽ അതൊന്ന് പരിഹരിക്കാം. എന്നാൽ ഇവിടെ നില്ല്, ഞാൻ കൂടി വരാം, ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഹരിയണ്ണന്റെ കൂടെ കാറിൽ കയറി യാത്രയായി. ചേട്ടത്തി ജോലിക്ക് പോയോ ഹരിയണ്ണ? ഞാൻ ചോദിച്ചു. ആ, പോയടി, ഹരിയണ്ണൻ പറഞ്ഞു. അങ്ങനെ ഹരിയണ്ണൻ എന്റെ വീടിന്റെ അടുത്തുള്ള റോഡിലേക്ക് വണ്ടി കയറ്റി. ഇതെങ്ങോട്ടാ? ഞാൻ ചോദിച്ചു. അതെനിക്കൊന്ന് ബാത്റൂമിൽ പോകണമെടി. അങ്ങനെ ഹരിയണ്ണൻ എന്റെ വീടിന്റെ മുറ്റത്ത് കാർ കൊണ്ട് നിർത്തി. ഞാൻ വാതിൽ തുറന്നു. ഞങ്ങൾ അകത്തേക്ക് കയറി. പെട്ടെന്ന് ഹരിയണ്ണൻ കതകങ്ങടച്ചു. അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. അപ്പോ ഇതിനായിരുന്നല്ലേ? ഞാൻ ചോദിച്ചു. ഹരിയണ്ണൻ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. നമുക്ക് മറ്റേ പ്രശ്നം പരിഹരിക്കണ്ടേ ഹരിയണ്ണ? ഞാൻ ചോദിച്ചു. പിന്നെ അതിന് സമാധാനമുണ്ടടി. ആദ്യം ഞാൻ ഇവിടുത്തെ പ്രശ്നം ഒന്ന് പരിഹരിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ആദ്യമായി ഇവിടുത്തെ പ്രശ്നം പരിഹരിച്ചു. പിന്നെ ഈ പ്രശ്നം 2 വർഷമായി ഇങ്ങനെ തുടരുന്നു.